വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കുറച്ച് മൈനിങ്ങിന് കാര്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ അയൺ ഉപയോഗിച്ച് നമ്മൾ ഫുൾ ആർമർ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാം, നമ്മൾ ഇന്നൊരു വീടും കാര്യമൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആ വീട് ഉണ്ടാക്കുന്നത് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മളെ റെക്കോർഡ് ബട്ടൺ ഞെക്കാൻ മറന്നുപോയി. എന്നാലും അത് ഉണ്ടാക്കി ഫുൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ വീട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ വീട്. അത്യാവശ്യം നല്ല വലിയ പണിയുണ്ടായിരുന്നു. ഞാനതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാനത് റെക്കോർഡ് ബട്ടൺ ഞെക്കിയില്ല എന്നുള്ള കാര്യത്തിനാണ് ഞെക്കിയില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത്. നമ്മൾ അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് വീടൊക്കെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ കാര്യത്തിന് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്തായാലും അതിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നു ഇതാണ്. നമ്മുടെ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തു. ബാൽക്കണി, ഈ അയൺ ആർമർ ഉണ്ടാക്കുന്ന ഉൾപ്പെടെ അതിൽ റെക്കോർഡറായിരുന്നു. ഞാനത് മറന്നുപോയി കാണിച്ചു. അതായത് ആ ബട്ടൺ സെറ്റ് ചെയ്യാൻ മറന്നുപോയതാണ് ഏറ്റവും കുഴപ്പമുണ്ടായി. ഞാനിത് ഫുള്ളി ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും വീണ്ടും ഒന്നോടെ കാണിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും നമ്മുടെ ഒരു ഫർണസ് ഉണ്ടാവും, 4ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ ഏരിയ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. സ്റ്റോറേജ് ഏരിയ മൊത്തം കാണിക്കും. നമ്മളതിലെ സ്റ്റോണ് സ്റ്റോണ്, പിന്നെ കോള് ഉൾപ്പെടും. പിന്നെ ടൂൾസ് ഇതാണ് ടൂൾസ്. എല്ലാം പുതിയത് ഉണ്ടാക്കി തന്നെയാണ്. ഞങ്ങൾക്ക് താഴത്തോട്ട് പോകാം. നമുക്ക് ഞാൻ കേവ് മൊത്തം ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നമ്മുടെ കേവ് ഞാൻ ഇന്നലെ ഇരുന്ന് മൊത്തം ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി, സോറി. ഇനി നമുക്കിവിടെ ചെറിയൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വെൽഡിങ് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം പോയി പെട്ടെന്ന് തന്നെ കുറച്ച് നല്ല ആർമറും ടൂൾസും ഉണ്ടാക്കിയിട്ട് നമുക്ക് എൻഡർ ഡ്രാഗനെ പോയി കൊല്ലണം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഫാംസ് വെക്കണം നമുക്ക്. ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ഫാംസാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കും. റെക്കോർഡ് ബട്ടണൊക്കെ മറന്നുപോലെ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വില്ലേജും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് നെബറിലോട്ടൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്കൊരു ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ഉണ്ടാക്കി നോക്കണം. അതിനുള്ള റിസോഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഏറ്റവും ഈ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കേണ്ട വരും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഈ ബാക്കിനെ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് മോബിനെ നമുക്ക് ആരോ വെച്ച് കൊല്ലാനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിൻ്റെ ഇത്രയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫാം വരാൻ പോകുന്നത് നമ്മുടെ ഫാമിങ് ഇവിടെയാണ് കേട്ടോ. തന്നെ ഇവിടെയാണ് നമ്മുടെ ഫാം വരാൻ പോകുന്നത്. അടുത്ത് നമുക്ക് ഒരു കടൽ തന്നെ ഉണ്ട്. അപ്പോൾ രാത്രിയാവുന്നുണ്ട്. അപ്പോൾ രാത്രി എത്തുവാട്ടോ. അപ്പം നമുക്ക് നിൽക്കാം. മൊത്തം നമ്മളിവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇതിൽ കുറച്ചൊരു ബിൽഡ് ഉണ്ടാവില്ല. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ഒരു ഫാമിങ് ഏരിയ സെറ്റാക്കണം. ഒരു ഓട്ടോമാറ്റിക് വീറ്റ് ഫാം സെറ്റാക്കണം. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ ഗൈസ്, ഞാനെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ ബെല്ലൈക്കൺ വെക്കുക. പിന്നെ ഞാനിനി അടുത്ത എപ്പിസോഡ് ഉണ്ടാകാൻ പോകുന്നൊരു ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ആയിരിക്കും. അതെന്തായാലും അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ബൈ.